കഥ അറിഞ്ഞുകൂടാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ആര്യ പാർവതിയുടെ 24ാമത്തെ വയസ്സിലാണ് പാലു ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അമ്മയ്ക്ക് അപ്പോൾ 46 വയസ്സായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല കഥയുടെ ഗുട്ടൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ആര്യ അറിയാതെ ഇവർ 8 മാസത്തിൽത്തോളം, അതെന്ന് വെച്ചാൽ 8.5 മാസത്തോളം ഇത് മറച്ചു വെച്ചു. ആര്യ അറിയാതെ ഈ വാർത്ത. അതാണ് ശരിക്കും അതിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ ആര്യ? അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? അമ്മ ശരിക്കും ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണമായിരിക്കാം ഒരുപക്ഷെ ആര്യയുടെ ഒന്നും മറച്ചു വെച്ചതല്ലേ? അങ്ങനെയല്ലേ വായിക്കേണ്ടത്? തീർച്ചയായിട്ടും. അത് 8 അല്ല 7 മാസം. 7 മാസം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചപത്രം എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഉണ്ട്. ഡാൻസ് ഡ്രാമയാണ്, ഓൾ കേരള ഇന്ത്യൻ ആർട്ട് ഫോംസ് വെച്ചിട്ട്. അപ്പം ഞാൻ അതിൻ്റെ മോഹിനിയാട്ടം പ്രൊഡക്ഷൻ ആയിട്ടുള്ള യാത്രകളായിരുന്നു ആ സമയത്ത്. ഡൽഹി, ഗുവാഹട്ടി ഇവിടെയൊക്കെ ആയിട്ട് യാത്രകളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം വന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വയറുണ്ട്. എന്നിട്ട് ഞാൻ ഇതേ സോഫയിൽ കിടന്ന് അമ്മയുടെ മേത്ത് ഞാൻ കയറി ഇരുന്നു, കിടന്നു, ലാലി ലാലിയിൽ പാട്ടൊക്കെ പാടി കളിയാക്കിയപ്പോൾ അമ്മ റേസായി. അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഓൾറെഡി ഇച്ചിരി ദേഷ്യം, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അന്ന് പെട്ടെന്ന് എന്നോട് റിയാക്ട് ചെയ്തു. അനാവശ്യം പറയരുത് ആര്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയ ആളാ. 7 മാസം കഴിഞ്ഞാൽ ഗുവാഹട്ടിന്ന് വീട്ടില് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സന്ധ്യക്ക് അച്ഛൻ വിളിച്ചിട്ട്, എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാവോ? എന്താ നീ എപ്പോഴും പറയാറില്ലേ അമ്മയ്ക്ക് ഒരു കുഞ്ഞാവേം കൂടെ വേണം? അതെ, അമ്മ ഗർഭിണിയാണെന്ന്. എൻ്റെ ഉരുളക്കിഴങ്ങും കരിഞ്ഞു, വെണ്ടയ്ക്കയും കരിഞ്ഞു. അത്രയും നാൾ മറച്ചു വെച്ചത് എൻ്റെ അടുത്ത് പറയാനുള്ളൊരു അല്ല. അവരറിഞ്ഞതും വൈകിയായിരുന്നല്ലോ. അമ്മ അറിഞ്ഞതും വൈകിയായിരുന്നു, മെനോപോസാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അറിഞ്ഞ സമയത്ത് ഒരു 2 മാസമാണ് എൻ്റെ അടുത്ത് മറച്ചു വെച്ചത്. ഇവരറിഞ്ഞിട്ട് 2 മാസം എൻ്റെ അടുത്ത് മറച്ചു വെക്കുകയായിരുന്നു. ഒരു എന്താണ് ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുക, ഇത്രയും വർഷം ഒറ്റ മകളായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്, അതായിരുന്നു മെയിൻ കാര്യം. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് തുറന്ന് സംസാരിച്ചു. അമ്മയ്ക്ക് അപ്പോഴും എൻ്റെ അടുത്ത് സത്യം അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാ, ആരാ നിന്നോട് ഈ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞു, താങ്കളുടെ ഭർത്താവാണ്. ശരിക്കും ആര്യയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ അത് മറച്ചു വെച്ചത്? തീർച്ചയായിട്ടും. അത് നമ്മളെപ്പോഴും പറയുമ്പോൾ അത് കുട്ടികൾക്ക് അതിൻ്റെ തലം മനസ്സിലാവില്ല. അത് നമ്മളൊരു 23 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചൊരു കുഞ്ഞിനോട് പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് വേറൊരാൾ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ കൂടുതലാണ്. പണ്ടെന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബം, കുറേ മക്കളും ഒക്കെ ആയിട്ട് വളരുന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ. അവരെപ്പോഴും അച്ഛനമ്മ എന്തും സാധിച്ചു കൊടുക്കണോ, എന്തും അവർക്ക് പറയാനൊരു ഫ്രീഡം ഉണ്ട്. നമ്മുടെയൊക്കെ കാലത്ത് അത്രയില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ആ കുട്ടി ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നൊരു ഭയമാണ് നമ്മളെ സംബന്ധിച്ച്. അത് ചേട്ടൻ അത്രയില്ലായിരുന്നു, എന്നെ സംബന്ധിച്ചായിരുന്നു എനിക്ക് ഏറ്റവും ടെൻഷൻ. ഹസ്ബൻഡ് അപ്പം അർത്ഥോട്ടേ പറയും, ആര്യോട് പറയാം എന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലെ ഒരു ഭയം, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഇല്ല, ദൂരെ നിൽക്കുന്ന ഒരാളോട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് ആ കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച് നമുക്കത് എന്തെങ്കിലും ചിന്തിച്ച് അതിനെ നമ്മൾ ചേർത്ത് പിടിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ അകലെ നിൽക്കുന്ന ഒരാളെ ഏത് രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യുമെന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവള് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. അല്ലാതെ വേറെ അതിനകത്ത് ബന്ധുക്കൾ എന്തു പറയുന്നു, സൊസൈറ്റി എന്തു പറയുന്നു, അതൊന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല. എന്നെ സംബന്ധിച്ച് ആര്യ എന്നൊരു വ്യക്തിയിലുള്ളൊരു പേടി മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ. അല്ലാതെ സൊസൈറ്റി അതൊന്നും വിഷയമല്ല. അത് പേടിയല്ല, അമിതമായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോ എന്തെങ്കിലും കുഞ്ഞുങ്ങളല്ലേ അവരുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് വലിയ കുട്ടിയാണ്. ഇത് ഫസ്റ്റ് മദറാണോ സെക്കൻഡ് മദറാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. നമുക്ക് അതാണ് ടെൻഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു മാനസികമായിട്ടൊരു പേടി അത് മാത്രമേ ഉണ്ടായിരുന്നു. അമ്മയുടെ മനസ്സിൽ കണ്ടോ കുട്ടിയോടുള്ള ഒരു പിന്നെ അവൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തത് നമ്മൾക്ക് വളരെ സന്തോഷം നൽകണ ഒരു കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ട് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മോൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പേരൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കതൊന്നും പേരൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസിഡൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഇവളോട് റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. വീഡിയോയുടെ അടിയിലും കുറെ കമന്റ്സ് ഉണ്ട്. പ്രായവ്യത്യാസത്തിൽ ജനിച്ച കുട്ടികളുടെയും അമ്മമാരും ഒക്കെ ആ ഒരു സംഘർഷം ആ സമയത്ത് ഫേസ് ചെയ്തതും അച്ഛനും അമ്മയൊക്കെ. അതിനുശേഷം എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നു കേട്ടോ, ഒത്തിരി മെസ്സേജുകൾ. നമ്മളറിയും ഒത്തിരി ആൾക്കാർ നമ്മൾ വീഡിയോ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കുറേ കമൻറ്റ് നല്ലത്, ഡാൻസിൻ്റെ കമൻറ്റ്, അതിൻ്റെ അപ്പുറം ഒരു ലോകവും നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ ഇതെനിക്ക് വളരെ ഷോക്കായിരുന്നു. ഒരുപാട് എൻ്റെ പ്രായമുള്ള പെൺപിള്ളേർ മെസ്സേജ് അയക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മയോട് മിണ്ടിയിട്ടില്ല കുറേ നാൾ. സത്യമാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഐ ഹാവ് സ്പോക്ക് ടു മൈ മദർ ഇത്രയും നാൾ, ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറേണ്ടത്, ഇത് കുഞ്ഞുണ്ടായി കഴിഞ്ഞു, ആരെയും അഡ്ജസ്റ്റ് ചെയ്യുവാണോ അതോ ശരിക്കും ഹാപ്പിയാണോ? അപ്പോൾ ഞാൻ പറയും, ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്,
ഞാൻ എൻ്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു അച്ഛൻ്റെ അമ്മയുടെ അതിഥികളാണ് മക്കൾ എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യം അവരുടെ പേഴ്സണൽ ലൈഫാണത്. ഇപ്പോൾ ഒരു കുഞ്ഞാവങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുമോ എന്ന് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കുറച്ച് നാൾ കൂടുതൽ മുമ്പ് നമ്മൾ ആഗ്രഹിച്ച കാര്യം കുറച്ച് വൈകി, കുറച്ചല്ല അധികം വൈകി വന്നു. വലിയ കുട്ടിയാണ്, നമ്മൾ വിചാരിക്കുന്നേക്കാളും ഇന്റർവ്യൂവിന് ഞാൻ ഇത്രയും മലയാളമെങ്കിലും പറയണം. അപ്പൊ കണ്ട എന്നെ ട്രോളി, കുട്ടി ഫിലോസഫി പറഞ്ഞിട്ട് അത് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് എന്നെ ട്രോളി. രജനീഷേട്ടൻ ഇന്റർവ്യൂവിന് എനിക്ക് ഡിക്ഷണറി എടുത്തേ കാണാൻ പറ്റും. നമുക്ക് പാലുവിന്റെ അടുത്ത് സംസാരിക്കാം, അതാണ് എനിക്ക് നല്ലത്. പാലു അവിടെ പോയി ഇരിക്കാവോ പ്ലീസ്? പാലു ഇവിടെ അതേ നോക്കി, ഇത് എത്ര ഉണ്ട്? 1 2 3 4 അമ്മയുടെ മടി. ആര്യ ഉണ്ടാക്കി തന്ന ഒരുപാട് ആരാധകരുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് പാലുവിന്റെ ആരാധകരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ്. അയ്യോ, അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ആര്യ എന്ന് പറയുമ്പോൾ ആര്യയുടെ വീഡിയോസ്, ആര്യ ഒരു ഡാൻസറാണ്. അതിന് മുമ്പ് ആര്യ സീരിയൽ ചെയ്തിട്ടതിന് ശേഷമൊക്കെയാണ് ആര്യ യൂട്യൂബ് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവള് കോവിഡ് കാലത്താണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങുന്നത്. അപ്പം ആര്യ എന്ന് പറഞ്ഞ വ്യക്തിക്കൊരു ഇത് നിന്നിട്ടാണ് അവളിലേക്ക് ആളുകളിലേക്ക് എത്തണേ. പാലു എന്ന് പറഞ്ഞാൽ ആര്യയിലൂടെ വന്ന് അറിഞ്ഞൊരു കുഞ്ഞാ. പക്ഷെ ഇവള് തന്നെ പലപ്പോഴും എന്നോട് ചോദിക്കും, അമ്മ എങ്ങനെയാ ഇവളുടെ മുഖം ഇങ്ങനെ ആളുകൾ ഓർത്ത് കുഞ്ഞുങ്ങൾ അന്ന് ഇവൾ ഇത്രയും വലുതായിട്ടില്ല, തീരെ എല്ലാ കുഞ്ഞുങ്ങളും കുറച്ച് ശരിക്കുമ്പോഴും ഒരേപോലെ അല്ല കേട്ടോ എല്ലാരും ഇരിക്കുന്നത്. ആ സമയത്തും വന്ന് ഇവിടെ നമ്മള് ലുലുവിലൊക്കെ ചെല്ലുമ്പോൾ സമയത്തൊക്കെ ഇവിടെ ഒരു 4-5 മാസമൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മളോട് വന്നിട്ട് പാലുവല്ലേ ഒന്ന് എടുത്തോട്ടെ, ഞങ്ങളുടെ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത് ഇവളുടെ വീഡിയോ കാണിച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് പാലുവിനെ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാറില്ല, ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് യൂട്യൂബ് ഇല്ലായിരുന്നു. അപ്പം ഈ യൂട്യൂബ് ഇടാത്തപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് കൂടെ ഓടി വരിക. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ആദ്യം ഒന്ന് ഭയന്നു, നമുക്കറിയില്ലല്ലോ. ഓടി വന്നിട്ട് ദീപ്തി ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതെ എന്നോട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ കാനഡയിലാണ്, അപ്പം ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ട്, എന്താ ചേച്ചി ഇപ്പോൾ വീഡിയോ ഇടാത്തപ്പോൾ? ഞാൻ പറഞ്ഞു, പാലു ആരും ഒരു സ്ഥലത്തും ഞാൻ വേറെ സ്ഥലത്തും ആരെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ചേച്ചി പാലുവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ യൂട്യൂബ് തുടങ്ങുക, അപ്പം ഞങ്ങൾക്ക് പാലുവിൻ്റെ വളർച്ച കാണാമല്ലോ. അപ്പോൾ ആര്യ വരുമ്പോൾ ആര്യയുടെ കൂടെ ചേച്ചി ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് പാലുവിൻ്റെ വീഡിയോ, അവൾ ഞങ്ങളുടെ കുഞ്ഞല്ലേ, ഞങ്ങളുടെ കൂടെ കണ്ണിൽ അവൾ വളരണ കാണട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് കുട്ടികളില്ല. അപ്പോൾ ചേച്ചിയുടെ ഓർക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ്, ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവാൻ ഏജ് ഉണ്ട്. അപ്പോൾ കുട്ടി ഒരു 35 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു, ഇനി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞുണ്ടാവൂട്ടാ. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ വലിയ വിഷമല്ലേ, നമുക്ക് നനച്ചിരിക്കാതെ ഒരു കുഞ്ഞിനെ ഈശ്വരൻ തന്നു. അപ്പം അവർക്കൊരു ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാവാൻ, അപ്പം എനിക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഞാൻ എൻ്റെ മോളെ വന്ന് കണ്ട്, നമ്മളെ ഫാമിലി സുഹൃത്താണ്. അന്ന് എനിക്ക് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു ചേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് തന്ന കുഞ്ഞിനെ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ചേട്ടാന്ന്. അപ്പോൾ അവരിവിടെ കാണാൻ വന്നപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി അവരുടെ മുന്നിൽ. ഇവിടെ ഒരു കുട്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ആ കുട്ടിയുടെ വികൃതി കണ്ട് മടുത്തിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞു പോയി. അവര് വന്നപ്പോ അവരിങ്ങനെ എടുത്ത് ഇവിടെ ഉമ്മ വെച്ച് കളിപ്പിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിനെ വല്ലാതെ ഒലച്ചു കളഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇതുപോലെ പറഞ്ഞു, ഇനി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടാവൂട്ടോ എന്ന് പറഞ്ഞു. കറക്റ്റ് അവർക്ക് രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു. അതിലൊരു കുട്ടി പോയി, ഒരു കുട്ടി നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു ഹെൽത്തി ബേബി അവർക്ക് കിട്ടി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം. അത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ സെക്കൻഡിൽ എന്നെ വിളിച്ച് ആദ്യം പറയണേ, ചേച്ചി ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ചേച്ചിയോടാണ് ആദ്യം പറയണത്, ചേച്ചിയുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞങ്ങളെ ഓർക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കുഞ്ഞുണ്ടായപ്പോഴും ഡെലിവറി ആയ സമയത്തും എന്നെ വിളിച്ച് ആദ്യം പറഞ്ഞു. പക്ഷെ അതെനിക്ക് വളരെ, അതേപോലെ തന്നെ ഇവർക്കും ഒരു കുഞ്ഞിനെ കാണണമെന്നൊരാഗ്രഹമാണ് എനിക്ക്. അപ്പം നമ്മൾക്ക് തന്നപ്പോൾ നമ്മളത് എന്തോ ഒരു സന്തോഷിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ഒരു കുഞ്ഞു പോലും ഇല്ലാത്തവർക്കുണ്ടാകുമ്പോൾ എന്തായിരിക്കും അല്ലേ സന്തോഷം. അപ്പോൾ അതൊക്കെ വലിയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പാലു കാര്യം കാരണം ഉണ്ടായ സന്തോഷം കാണും.